ഹലോ. അപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ദീപകിന്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട് ദീപകിന്റെ മരണം. ആ പെൺകുട്ടിക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. വക്കീലന്മാർ വരുന്നുണ്ട്, ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് എല്ലാം. അപ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ, പക്ഷെ നിങ്ങൾ അറിയേണ്ടതായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ലോങ് വീഡിയോയിലൂടെ. നിങ്ങളത് കാണണം, നിങ്ങളത് കേൾക്കണം. അത് കേൾക്കുന്നവരും കാണുന്നവരും ദയവ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം അതാണ് സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത്, ഷുവറായിട്ടും. കാരണം ഞാൻ ചുരുക്കി ആ ഒരു കാര്യം അതിൽ പറഞ്ഞേക്കുന്ന ചുരുക്കി ഒരു കാര്യം പറയാം. നമ്മുടെ സൊസൈറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയും? നെഗറ്റീവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യും. അത് എത്ര വിധത്തിലേക്ക് വേണമെങ്കിൽ പോകും. ഇത് നമ്മുടെ സൊസൈറ്റിയിലുള്ള വളർന്നു വരുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഈ ദീപകിന്റെ മരണത്തിന് കാരണമായ ഈ പെൺകുട്ടി വരെയും ചിന്തിച്ചു, ഞാനൊരു നെഗറ്റീവ് കാര്യം എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എനിക്ക് റീച്ച് ആവാൻ, എനിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ സഹായിക്കും എന്ന് എന്തുകൊണ്ട് ആ ഒരു ഉറച്ച വിശ്വാസം അവൾക്ക് വന്നു? നമ്മൾ തന്നെയാണ് കാരണം, നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ് കാരണം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ കാണൂ. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നോക്കൂ. ഓരോരുത്തരും അത് ചെയ്യാൻ നോക്കൂ. ഇനി ഒരു ദീപക് മരണപ്പെടാൻ പാടില്ല. കാരണം ആ ഒരു വീഡിയോ രാവിലെ കണ്ട ഒരു കാര്യം, ആ ദീപകിന്റെ അമ്മയുടെ കരച്ചിൽ, അത് കരച്ചിലല്ല, അതിന് വാക്കുകളില്ല. കാരണം ഒരമ്മയ്ക്ക് നമുക്ക് പകരം കൊടുക്കാൻ പറ്റത്തില്ല, സോഷ്യൽ മീഡിയക്ക് പകരം കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഒരു കണക്കിന് ദീപകിനെ കൊന്നത്. അവളിട്ട കാര്യം മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ആയി. മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്തത് കൊണ്ടാണ് ഇന്ന് ദീപക് നമ്മുടെ മുന്നിൽ ഇല്ലാത്തത്, മരണത്തിലേക്ക് അദ്ദേഹം പോയത്. ആ അമ്മയ്ക്ക് നമുക്ക് പകരം കൊടുക്കാൻ പറ്റും? സോഷ്യൽ മീഡിയയോടാണ് എന്റെ ചോദ്യം. അവർക്ക് കൊടുക്കാൻ പറ്റുമോ പകരം? അവർ ജീവിതകാലം, ഇനിയുള്ള അവരുടെ കാലം മുഴുവൻ അവർ നരകിച്ച്, ഈ മകനെ ഓർത്ത് നരകിച്ച്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കാണുക.